കേന്ദ്ര ബജറ്റ് പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. കേരളത്തെ ഏറ്റവും കൂടുതൽ അവഗണിച്ച ഒരു ബജറ്റായിട്ട് വേണം ഇതിനെ കരുതാൻ. കേരളത്തിന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുണ്ടായിരുന്നു വിഴിഞ്ഞം പദ്ധതി, അതിനുവേണ്ടിയുള്ള പ്രത്യേക വികസന പാക്കേജ്, ഹൈസ്പീഡ് റെയിൽവേ കോറിഡോർ, എയിംസ്, ഇവയൊക്കെ തന്നെ അവഗണിക്കപ്പെട്ട ഒരു ബജറ്റാണ് ഇത്. നമ്മളിന്ന് പ്രത്യേകമായിട്ട് സംസാരിക്കാൻ പോകുന്ന ഹൈസ്പീഡ് റെയിൽവേയെ കുറിച്ചിട്ടാണ്. എന്തുകൊണ്ടാണ് ഹൈസ്പീഡ് റെയിൽവേ എന്നുള്ളത് കേവലം ഒരു യാത്രാ സൗകര്യം മാത്രമല്ല, അത് കേവലമായിട്ടുള്ള ഒരു റെയിൽവേ വികസനം മാത്രമല്ല, ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വികാസത്തിനുള്ള ആണിക്കല്ലായിട്ട് മാറുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ളത്. അതിന് നമ്മുടെ മുന്നിൽ ഒരു മാതൃകയുണ്ട്. അതിൻ്റെ പേര് ചൈന എന്നുള്ളതാണ്. ഇന്ന് ചൈനയിൽ 55,000-ഓളം വരുന്ന ഹൈസ്പീഡ് റെയിൽവേ ട്രാക്കുകളുണ്ട്. ലോകത്ത് മൊത്തമായിട്ടുള്ള 65,000-ഓളം വരുന്ന ഹൈസ്പീഡ് ട്രാക്കുകളിൽ 85% കൂടുതൽ റെയിൽവേ ട്രാക്കുകളാണ് ചൈനയിൽ ഉള്ളത് എന്ന് നമുക്ക് കാണാം. ബാക്കിയുള്ള റെയിൽവേ ട്രാക്കുകൾ ജപ്പാനിലും കുറച്ച് യൂറോപ്യൻ രാജ്യങ്ങളുമാണ്. എന്നാൽ ഇത് ആയിരുന്നില്ല ചൈനയുടെ സ്ഥിതി. 1950-ൽ ചൈനയും ഇന്ത്യയും ഏകദേശം ഒരേ സമയത്താണ് റിപ്പബ്ലിക് ആവുന്നത്. ഇന്ത്യയിൽ ചൈനയുടെ 3 ഇരട്ടിയോളം വരുന്ന റെയിൽവേ ട്രാക്കുകൾ അന്നുണ്ടായിരുന്നു എന്ന് നമുക്ക് അറിയണം. എന്തിന്? 2012 വരെ ചൈനയിലുണ്ടായിരുന്ന കേവലം 9,000 കിലോമീറ്റർ മാത്രം വരുന്ന ഹൈസ്പീഡ് റെയിൽവേ ട്രാക്കാണ്. ഇന്ന് കഴിഞ്ഞ 15 വർഷം കൊണ്ട് 45,000 വരുന്ന റെയിൽവേ ട്രാക്ക് ആണ് ചൈന വികസിപ്പിച്ചെടുത്തത്. എന്തുകൊണ്ടാണ് ചൈന ഇത്തരത്തിലുള്ള വലിയൊരു റെയിൽവേ ട്രാക്ക് വികസനം, ഹൈസ്പീഡ് റെയിൽവേയിൽ ഊന്നിയിട്ടുള്ള ഒരു വികസനം മുന്നോട്ട് വെച്ചത്? അതിനൊരു പ്രത്യേക കാരണമുണ്ട്. അതിലൊന്ന് അർബനൈസേഷൻ എന്നുള്ളതാണ്. എല്ലാ ഗ്രാമങ്ങളുടെയും അധ്വാനശേഷിയെ നഗരങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള രീതിയിലുള്ള വലിയ രീതിയിലുള്ള അർബനൈസേഷനാണ് ചൈനയിൽ നടന്നത്. ആ രീതിയിൽ ചൈനയെ ഒരു പ്രൊഡക്ഷൻ മാനുഫാക്ചറിങ് ഹബ് ആയിട്ട് മാറ്റുന്നതിന് വേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും വികസിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തത്. ഇന്ന് 5 ലക്ഷത്തിൽ കൂടുതൽ ജനസംഖ്യയുള്ള ചൈനയിലെ എല്ലാ നഗരങ്ങളെയും ബന്ധിപ്പിക്കുന്ന രീതിയിൽ, അതിന് ഗ്രാമങ്ങളുമായി ബന്ധിപ്പിക്കുന്ന രീതിയിൽ, കേവലം 2-3 മണിക്കൂർ കൊണ്ട് എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും ആ നഗരങ്ങളിലേക്ക് എത്താവുന്ന രീതിയിൽ, ഒരു നഗരത്തിൽ നിന്നും മറ്റൊരു നഗരത്തിലേക്ക് എത്താവുന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള ഹൈസ്പീഡ് റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ അവർ വികസിപ്പിച്ചെടുത്തു. രണ്ടാമത്തെ കാര്യം എന്നുള്ളത് ലോജിസ്റ്റിക്സ് എന്നുള്ളതാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ എഫിഷ്യൻ്റ് ആയിട്ടുള്ള സപ്ലൈ ചെയിൻ നടത്തുന്ന രാജ്യമാണ് ചൈന എന്നുള്ളത്. ഏറ്റവും കുറഞ്ഞ ലോജിസ്റ്റിക് കോസ്റ്റുള്ള രാജ്യം. ലോകത്തിൻ്റെ 30% പ്രൊഡക്ഷൻ മാനുഫാക്ചറിങ് ചൈനയിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അതിന് സാധിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്നുള്ളത് ഏറ്റവും കുറഞ്ഞ ലോജിസ്റ്റിക് കോസ്റ്റുള്ള, ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള സപ്ലൈ ചെയിൻ അവർക്ക് നടപ്പാക്കിയെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇത് സംഭവിക്കാത്തത്? എന്തുകൊണ്ടാണ് ഇന്നും ഇന്ത്യയിൽ മുംബൈയിലെ ലോക്കൽ ട്രെയിനുകളിൽ ജീവൻ വെടിഞ്ഞ് നമുക്ക് യാത്ര ചെയ്യേണ്ടി വരുന്നത്? ഒരു ദിവസം 25ഓളം വരുന്ന ആളുകൾ അപകട മരണത്തിൽ ഓൺ ആൻ ആവറേജ് മുംബൈയിൽ മരിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. എന്തുകൊണ്ടാണ് വൃത്തികെട്ട റെയിൽവേ ബോഗികളിൽ വൃത്തികെട്ട ടോയ്ലറ്റുകൾ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ് ചൈനയിൽ നടന്ന ഒരു വികസനം ഇന്ത്യയിൽ സംഭവിക്കാത്തത്? അതിന് ഒരു ഉത്തരമേ ഉള്ളൂ. നമുക്ക് ചൈനയുടെ പ്രയോറിറ്റികൾ ഇല്ല എന്നുള്ളതാണ്. ചൈനയുടെ മുൻഗണനകൾ വ്യത്യസ്തമാണ് എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം എന്നുള്ളത്. 1950കളിൽ ഇന്ത്യയും ചൈനയും സ്വതന്ത്രമാകുമ്പോൾ ഏകദേശം ഒരേ ജനസംഖ്യയുള്ള, ഏകദേശം ഒരേ തരത്തിലുള്ള റിസോഴ്സസ് ഉള്ള 2 പരാജയപ്പെട്ട രാജ്യങ്ങൾ എന്നുള്ള രീതിയിൽ വേണമായിരുന്നു 2 രാജ്യങ്ങളെയും കണക്കാക്കാൻ. എന്നാൽ കഴിഞ്ഞ 100 വർഷം കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ വികസിത രാജ്യമായിട്ട് ചൈന വികസിച്ചു വന്നതിന് ഒരു കാരണമേ ഉള്ളൂ. അത് ചൈന ജനകീയ ജനാധിപത്യ മാതൃകയിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ രൂപമായിട്ടുള്ള ജനകീയ ജനാധിപത്യം സ്വീകരിച്ചു എന്നുള്ളതും, ഇന്ത്യ ഇന്നും ഒരു ബഹുകക്ഷി ജനാധിപത്യ മാതൃക പിന്തുടരുന്നു എന്നുള്ളതുമാണ്. ഈ ബഹുകക്ഷി ജനാധിപത്യ മാതൃകയിൽ എന്താണ് നമ്മുടെ മുൻഗണന എന്നുള്ളതാണ്. നഗരങ്ങളുടെ പേരുമാറ്റൽ, പള്ളി പൊളിക്കൽ, അമ്പലം പണിയൽ, അല്ലെങ്കിൽ മറ്റ് മതജാതി മാലിന്യങ്ങൾ, ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ മുൻഗണന. എന്നാൽ ചൈനയുടെ മുൻഗണന എന്നുള്ള അടിസ്ഥാനപരമായിട്ടുള്ള മെറ്റീരിയലായിട്ടുള്ള ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക, ആ രീതിയിൽ ഒരു രാജ്യത്തെ വികസിപ്പിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു. ഈ വ്യത്യാസമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഇന്ത്യ വികസിക്കാത്തപ്പോൾ ചൈന വികസിക്കുന്നത് എന്നുള്ളതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ.